പുതുതായി പി.എസ്.സിക്ക് പഠിക്കാൻ വരുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് എത്ര കാലം നമ്മൾ അല്ലെങ്കിൽ എത്ര വർഷത്തോളം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പഠനം മാറ്റിവെക്കണം, സമയം മാറ്റിവെക്കണം എന്നുള്ളതാണ്. എൻ്റെ പഠന രീതി എന്താണെന്ന് വെച്ചാൽ ജോലിയോടൊപ്പം പഠിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് കിട്ടിയത് കോഴിക്കോട് എയിസിൽ ഞാനൊരു അക്കാഡമിക് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോലി ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം എന്ന് പറയുന്നത് ഒരേ സമയം നമുക്ക് വെല്ലുവിളികളും അതേസമയം നമുക്ക് ഗുണങ്ങളും നിറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമുക്ക് നമ്മളെ സെൽഫായിട്ടുള്ളൊരു കോൺഫിഡൻറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം അത് മാത്രമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സിൽ നമ്മളെ എപ്പോഴും നിലനിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ്. ജോലി ചെയ്ത് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ വലിയൊരു ചോദ്യമാണ്. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ കോഴിക്കോട് എയിസിലെ അക്കാദമിക് കോർഡിനേറ്ററായ നാസിമ്. നിലവിൽ പാലക്കാട് LD ക്ലർക്കായി പ്രവർത്തിച്ചു വരികയാണ് നാസിമ്. നാസിമിൻ്റെ പഠന രീതികളും കൂടുതൽ വിശേഷങ്ങളും ചോദിച്ചറിയാം. എയ്സാപ്പിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹായ്, എൻ്റെ പേര് നാസിം എന്നാണ്. ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. നിലവിൽ പാലക്കാട് ജില്ലയിൽ LD ക്ലർക്കായിട്ട് ടോഡി വെൽഫെയർ ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്. കമ്പനി ബോർഡിൻ്റെ മറ്റൊരു ലിസ്റ്റായിട്ടുള്ള KSFE KSEBയിലും കൂടി ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. PSCയിലേക്കുള്ള എൻ്റെ ഒരു കടന്നുവരവ് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രധാനമായും ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ടോടു കൂടിയാണ്. കാരണം നാട്ടിൽ തന്നെ നല്ലൊരു സെക്യൂരിറ്റി ഉള്ള, അതേപോലെ തന്നെ ഫാമിലിയുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു ജോബ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് അങ്ങനെ വൈത്തിരിവ് ആയിട്ട് വന്നതാണ് PSCയിൽ. അതേപോലെ തന്നെ എൻ്റെ ഭൂരിഭാഗം കൂട്ടുകാരും അബ്രോഡാണ്. അവരവിടെ ഓരോ വർക്കുകളായിട്ടാണ് പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാട്ടിൽ തന്നെ നിൽക്കുക എന്നുള്ളതിൽ നിന്നാണ് ഞാൻ PSCയിലേക്ക് വന്ന് ചേർന്നത്. പുതുതായി PSCക്ക് പഠിക്കാൻ വരുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് എത്ര കാലം നമ്മൾ അല്ലെങ്കിൽ എത്ര വർഷത്തോളം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പഠനം മാറ്റിവെക്കണം, സമയം മാറ്റിവെക്കണം എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ നിലവിൽ കയറിയിട്ടുള്ള ലിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2021-ലാണ്. ഞാനിപ്പോൾ ജോലിയിൽ കയറുന്നത് 2024-ലും. ഇതിൻ്റെ ലിസ്റ്റ് വന്നത് 2024 മാർച്ചിലാണ്. നമ്മൾ അത്രയും വർഷം നമ്മളിതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മൾ ടൈമാണ് ഇതിനു വേണ്ടി കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഒരു ദിവസം നമ്മളൊരു കൃത്യമായിട്ട് 5 മണിക്കൂറോ 6 മണിക്കൂറോ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് സമയം മാറ്റി വെക്കുക. ബാക്കിയുള്ള ടൈമിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ജോലിയോ പാർട്ട് ടൈമായിട്ട് വർക്കോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് തുടർന്ന് പോകുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാനുള്ളത്. എൻ്റെ പഠന രീതി എന്താണെന്ന് വെച്ചാൽ ജോലിയോടൊപ്പം പഠിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് കിട്ടിയത് കോഴിക്കോട് എയിസിൽ ഞാനൊരു അക്കാഡമിക് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോദ്യപേപ്പറിനോടനുബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ തയ്യാറാക്കുക, അതേപോലെ തന്നെ എക്സാം ഡിസ്കഷൻ എന്നുള്ളതായിരുന്നു. അപ്പം എൻ്റെ പഠനരീതി ഏറ്റവും കൂടുതൽ അതിൽ ഫോക്കസ് ആയിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുകയും അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. അതേപോലെ തന്നെ പല ചോദ്യങ്ങളും എനിക്കറിയാത്തതുണ്ടെങ്കിൽ അത് കുട്ടികൾ ചോദിക്കുമ്പോൾ നമ്മളത് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുകയും കൂടുതൽ ആ മേഖലയെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതാണ് എൻ്റെ പഠനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്നുള്ളത്. അത് എൻ്റെ PSCയിലെ ലിസ്റ്റുകളിലേക്ക് വരാനും PSCയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കോഴിക്കോട് എയിസിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സിജെ സാറ്, അതേപോലെ തന്നെ രാജീവ് ഏട്ടൻ തന്നെ എടുത്തു പറയുകയാണ്. കാരണം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് തന്നെ. അതേപോലെ തന്നെ നീനു മിസ് എന്നിവരും നല്ല രീതിയിൽ നമ്മുടെ പഠനത്തിനും അതേപോലെ തന്നെ ജോലിക്കൊക്കെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ എക്സാം ഡിസ്കഷനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന വർക്ക് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഒരുപാട് അനുബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കണം. അതിന് നമ്മുടെ ഹെഡ് ഓഫീസായിട്ടുള്ള മഞ്ചേരി എയിസിലെ റിസർച്ച് വിങ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം ഡിസ്കഷനുകൾ നമ്മൾ എക്സാം പ്രിപ്പറേഷനും അതേപോലെ തന്നെ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോഴൊക്കെ നമുക്കത് ഓർമ്മയിൽ നിൽക്കും. അത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ പഠനത്തിനും അതേപോലെ തന്നെ എക്സാം എഴുതുന്നതിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ജോലി ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം എന്ന് പറയുന്നത് ഒരേ സമയം നമുക്ക് വെല്ലുവിളികളും അതേസമയം നമുക്ക് ഗുണങ്ങളും നിറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട്
ഒരുപാട് പ്രയാസങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം കുറേ ആളുകൾ അത് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുക അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാലറി എല്ലാ മാസവും കൃത്യമായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അതുമായിട്ട് മുന്നോട്ട് പോകും. അതേപോലെ തന്നെ ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ഒരു ദിവസം അങ്ങനെ കടന്നു പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 6 അവർ അല്ലെങ്കിൽ ഒരു 5 അവർ നമ്മൾ ഡെയിലി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ജോലിയായിട്ട് തന്നെ പോകും. പഠനം നമ്മളൊരു സൈഡാക്കി വെക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ടൊരു ടൈം ഷെഡ്യൂൾ വെക്കുക. എന്നിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കുക. ജോലി ചെയ്യേണ്ട സമയത്ത് നമ്മൾ ജോലി എന്നുള്ളതായിട്ട് പഠിക്കുക. എനിക്കുള്ളൊരു ഗുണം, മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്നതും പഠിക്കേണ്ടതും ഏകദേശം ഒരു സെയിം തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ബെനിഫിറ്റും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. നിലവിൽ ഞാൻ കഴിഞ്ഞു പോയിട്ടുള്ള LDC അതേപോലെ തന്നെ LSTD എക്സാമുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമും കൂടി എഴുതാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഓൾറെഡി എനിക്ക് വർക്ക് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് പഠിക്കുന്നത്. രാവിലെ ഒരു 5 o'clock to 8 o'clock വരെയാണ് ഞാൻ പഠിക്കുക. അതേപോലെ തന്നെ ഈവനിങ് ഒരു 7 to 9 വരെയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം ദിവസങ്ങളിൽ സ്കിപ്പാക്കാതെ തന്നെയാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പ്രയോറിറ്റി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അതായത് പുതുതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർ എവിടെ തുടങ്ങണം എന്നുള്ള ഒരു സംശയത്തിലൊക്കെ നിൽക്കും. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത്, ഫസ്റ്റ് തന്നെ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത്, അതിപ്പോൾ ഇപ്പം നിലവിൽ 10th +2 ഡിഗ്രി എന്ന് 3 രീതിയിലായിട്ട് തിരിച്ചതുകൊണ്ട് ഇപ്പോൾ 10th ലെവലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം അതിൻ്റെ സിലബസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നന്നായിട്ട് എടുക്കുക. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉള്ള നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ PSCൻ്റെ ഇതിൽ നിന്ന് എടുക്കാം, ചാനലുകളുണ്ട്. എവിടെ നിന്നാണെങ്കിലും നമ്മൾ ആദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസും സിലബസും വെച്ചിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ SCRT NCRT ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്. അതും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, SCRTൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റേതായ മാഗസിൻസുകൾ ഉണ്ടെങ്കിൽ അതിൽ വരയിട്ട് പഠിക്കുക ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സിലബസും അതേപോലെ തന്നെ SCRT പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ നിങ്ങളിപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓരോ എക്സാമിനും അതേമാതിരി പൊളിറ്റി, ഹിസ്റ്ററി, അങ്ങനെ ഓരോ എക്സാമിനും ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ബുക്കുകളുണ്ട്. അതിൻ്റെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇപ്പോൾ പൊളിറ്റിയൊക്കെ ആണെങ്കിൽ നമ്മളെ ലക്ഷ്മികാന്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ബുക്കുകൾ പഠിക്കുക. ഡയറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റാൻഡേർഡ് ബുക്കിലേക്ക് കയറുന്നതിന് മുന്നേ ഡിഗ്രി ലെവലൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്തിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഒക്കെ പുറമെ നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം ഒരു ദിവസം പഠിച്ചു പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്ത് പഠിക്കുക, അങ്ങനെയുള്ളൊരു കാര്യം ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഒരു ദിവസം 2 മണിക്കൂറാണെങ്കിൽ അതെല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. PSCയിലേക്ക് നമ്മൾ തയ്യാറായിട്ട് ഇറങ്ങുന്ന സമയത്ത് ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മളൊരു 6 മാസം നന്നായിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകും. പക്ഷേ പിന്നെ ഒരു എക്സാമൊക്കെ എഴുതി നമുക്ക് ഒരുപാട് മാർക്കൊക്കെ കുറഞ്ഞാൽ നമ്മളെ ഒരു കോൺഫിഡൻറ്റ് ലെവൽ തന്നെ കുറച്ച് താവും. അതേപോലെ തന്നെ പിന്നെയുള്ളൊരു വലിയൊരു പ്രശ്നമാണ് നമ്മളെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ, നമ്മളെ കൂടെ തന്നെയുള്ള ഫ്രണ്ട്സുകളൊക്കെ ചിലപ്പം അബ്രോഡായിരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ വേറെ ഏതെങ്കിലും IT ജോബൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സെറ്റിലൊക്കെ ആയിട്ട് ഇരിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മളൊരു കോൺഫിഡൻറ്റ് ലെവൽ താവും. അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ ചോദിക്കും, നീക്ക് ഇനി വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ, കുറേ കാലമായില്ലേ നോക്കുന്നതെന്നൊക്കെ നമ്മളോട് സ്വാഭാവികമായിട്ടും ചോദിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് നമ്മളെ സെൽഫായിട്ടുള്ളൊരു കോൺഫിഡൻറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം അത് മാത്രമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സിൽ നമ്മൾ എപ്പോഴും നിലനിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ PSCൻ്റെ ഇപ്പോൾ ഗവൺമെൻറ് ജോലി തന്നെയാണ് അൾട്ടിമേറ്റ്, അത് നേടിയിട്ടുണ്ടെങ്കിലേ നമ്മളെ ലൈഫിൽ സക്സസ് ആകൂ എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ കൃത്യമായിട്ട് നമുക്കൊരു ജോലി വേണം. അതായത് നമ്മളേതെങ്കിലും ഒരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ജോലിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയാണോ,
അതിൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് എപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, നല്ല ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ ജോലി കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു മഹത്വമുണ്ട്. അപ്പം അത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് എന്തായാലും അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമായിട്ടുണ്ട്. കാരണം നമ്മളൊരുപാട് കാലം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ എക്സാം എഴുതും, അത് നല്ല രീതിയിൽ ചിലപ്പോൾ തോൽക്കും, പിന്നെ അടുത്ത എക്സാം എഴുതും, അതിൽ കുറച്ചുകൂടി മാർക്ക് കൂടും, അങ്ങനെ ഒരുപാട് എക്സാമുകളൊക്കെ എഴുതി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ലിസ്റ്റിൽ വന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. വളരെയധികം അത് ഹെൽപ്ഫുള്ളായിട്ട്, അതായത് നല്ല രീതിയിൽ അത് സന്തോഷമായിട്ടുണ്ട് അങ്ങനെ ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഞാനിപ്പോൾ പാലക്കാട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളിപ്പോൾ സർക്കാർ ജോലിയുടെ ഒരു പ്രൈമറി ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത് സെക്യൂരിറ്റിയാണ്. ഒരു പുതിയൊരു കാര്യമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സെക്യൂരിറ്റിയാണ് സർക്കാർ ജോലിയുടെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുക, ജനങ്ങളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സർക്കാർ ജോലിയുടെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെയാണ് ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ, ഞാനവിടെ മെൻറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഐസിൽ. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികൾ നമ്മളോട് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അറിയാത്തതൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് തന്നെ റിസർച്ച് ചെയ്തിട്ട് കണ്ടെത്താറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ചില എക്സാമുകളൊക്കെ എഴുതാൻ പോകുമ്പോൾ ആ ഒരു ഡിസ്കഷന് നമുക്ക് ഒരു മാർക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പം ഈ ഒരു അവസരത്തിൽ അവരോട് നന്ദി പറയുകയാണ്. കാരണം അങ്ങനെ ഒരു ചോദ്യം അവരോട് ചോദിക്കാനും അത് നമുക്കൊരു ആൻസറായിട്ട് കിട്ടാനും ഒക്കെ ഇത്തരം ഒരു ഡിസ്കഷൻ സഹായകമായിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു കൂട്ടായ്മ എപ്പോഴും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല രീതിയിൽ സഹായമായിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അതേപോലെ തന്നെയാണ് ഫ്യൂച്ചറിലേക്ക് അതായത് ഇപ്പോൾ നിനക്ക് ഒരു ജോലി കിട്ടിയല്ലോ, അതായത് PSCൻ്റെ LD ക്ലർക്കായിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയതും ജോലി ചെയ്യുന്നതൊക്കെ എനിക്ക് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ ഒരു ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പം നിലവിൽ ജോലി ഉള്ളതും ജോലി ഇല്ലാത്തതുമായിട്ടുള്ളൊരു മാറ്റം എന്ന് വെച്ചാൽ, നമുക്ക് ജോലി ഇല്ലാത്ത സമയത്ത് നമ്മൾക്ക് ഇനി ഇത് എഴുതിയാൽ കിട്ടുമോ, അല്ലെങ്കിൽ ജോലി ലഭിക്കുമോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇതിപ്പോൾ ജോലി കിട്ടിയിട്ട് നമ്മൾ ഇനിയും പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആണ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം ഇനി വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളോടും അതേപോലെ തന്നെ പഠിക്കുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുന്നത് വരെ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ചിലപ്പം ഒരു 10 വട്ടം നിങ്ങളത് ഫെയിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് മാത്രം നിങ്ങൾ അതിനെ കാണുക. നിങ്ങൾക്ക് ഒരു ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും വിജയിക്കും. ആ വിജയിക്കുന്നത് വരെ നിങ്ങളത് ക്ഷമയോടുകൂടി ഇരിക്കുക. ക്ഷമയാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് തന്നെ പറയാനുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഫെയിലിയർ എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും അതൊരു പിന്നോട്ടടിക്കാനുള്ളൊരു കാരണമായിട്ട് നിങ്ങൾ കാണരുത്. അത് ജീവിതത്തിൽ മുന്നോട്ട് പോവുക. ഓരോ ഫെയിലിയറും ചിലപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാവാം നിങ്ങൾ ഫെയിലാവുന്നത്. അതിപ്പോൾ PSC എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു മൈൻഡ് ക്ലിയർ ആവാത്തതുകൊണ്ടായിരിക്കും. നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും കിട്ടാത്തത് ചിലപ്പോൾ മൈൻഡ് ക്ലിയർ ആവാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ കിട്ടാത്തത്. അതായത് ഓരോ ദിവസവും നമുക്ക് ഡിഫറെൻ്റ് ആണല്ലോ. അതേപോലെ തന്നെ ചില ആളുകൾക്ക് എക്സാമൊക്കെ എഴുതുമ്പോൾ മാത്സോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ ഫെയിലായിട്ട് ആയിരിക്കും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ പരാജയത്തിലും അതെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക, അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ ഇപ്പം PSC അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും നോക്കുകയാണെങ്കിലും, ഇപ്പോൾ PSCനെ കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നതെങ്കിലും PSC അല്ല വേറെ ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിലും അത് നേടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമയോടുകൂടിയും അതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഒരു ദിവസം തീർച്ചയായിട്ടും നിങ്ങളതിൽ എത്തിപ്പെടും. നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ഫെയിലാവുന്നത് അവിടെ നിന്ന് ഓടാനുള്ള ഒരു മനക്കരുത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.